ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് രാവിലെ പുറത്തുവരുന്നത്. ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഈ വിവരം പുറത്തുവിടുകയായിരുന്നു. പക്ഷേ ഇറാൻ അത് പൂർണ്ണമായും നിഷേധിക്കുന്ന പശ്ചാത്തലമാണ്. തങ്ങളുടെ നേതാവ് ജീവനോടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇറാന്റെ അവകാശവാദം. ഇറാന്റെ തെരുവിലുടനീളം ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇറാനിൽ നടന്ന പല പ്രതിഷേധങ്ങളും അടിച്ചമർത്തുന്ന രീതിയായിരുന്നു ഖമനിയുടേത്. ഇപ്പോൾ ഖമനി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ആഹ്ലാദ പ്രകടനമടക്കം നടക്കുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് ഇറാന്റെ ജനതയാണ്. ഇറാൻ ജനത അമേരിക്കയൊപ്പം നിൽക്കണം എന്നടക്കമുള്ള അവകാശവാദങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. വലിയ തോതിലുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഗൾഫിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നു. 200 മുകളിൽ മിസൈലുകൾ പല രാജ്യങ്ങളിലും പതിച്ചു. കുവൈറ്റ് വിമാനത്താവളത്തിലടക്കം വലിയ നാശനഷ്ടമുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ മിസൈലുകളൊക്കെ തടുത്തു എന്ന് ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും വലിയ തോതിലുള്ള ആക്രമണം ഇപ്പോഴും തുടരുന്നു. സമാധാനം അകലെയാണ്. ഇറാന് നേരെ വീണ്ടും കൂടുതൽ മിസൈലുകളുമായി ഇസ്രായേൽ രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ UK കൂടി ഈ ആക്രമണത്തിനൊപ്പം ചേർന്നിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അത്തരത്തിൽ വലിയ തോതിലുള്ള യുദ്ധം സന്നാഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോകുന്നത്. അജയ്, ഏറ്റവും പുതിയ വിവരം ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. സ്ഥിരീകരിക്കാനാകുമോ അത്? ഈ ഖമനൈ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ആദ്യം ഇസ്രായേലി മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. പിന്നീട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് വഴിയും ഖമനൈ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പങ്കുവച്ചു. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലുള്ള പോസ്റ്റ് പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും നീചനായ വ്യക്തി കൊല്ലപ്പെട്ടു, ഇറാനിലെയും അമേരിക്കയിലെയും ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് നീതി ലഭിച്ചു എന്നുമാണ് ട്രംപിന്റെ ഈ പോസ്റ്റ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു: ഇറാനിലെ ജനതയ്ക്ക് രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണിത് ഇപ്പോൾ. അതുപോലെ തന്നെ ഇറാനിലുള്ള പോലീസ് സേനയും അവിടെയുള്ള ആർമിയും ഇപ്പോൾ ഈ പോരാട്ടം നടത്തി, ഈ തോറ്റുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം നടത്തി അവർ മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കീഴടങ്ങാൻ ഇപ്പോഴൊരവസരമാണ്. ഇപ്പോൾ കീഴടങ്ങിയാൽ നിങ്ങളെ വെറുതെ വിടും, അല്ലെങ്കിൽ മരണമായിരിക്കും, സമ്പൂർണ്ണ നാശമായിരിക്കും എന്നാണ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിലുള്ള പോസ്റ്റ് വഴി വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഫ്ലോറിഡയിലാണ്. അതിനുശേഷം അവിടെ നിന്നാണ് അദ്ദേഹം ഓൺലൈനായി യുദ്ധവിവരങ്ങളെല്ലാം ആരാഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിരുന്നു. വൈറ്റ് ഹൗസിൽ നിന്ന് ട്രംപ് ഒന്ന് മാറി നിൽക്കുകയാണ്. മാധ്യമങ്ങളെ നേരിട്ട് നിലവിൽ കാണുന്നില്ല എന്നൊരു തീരുമാനം തന്നെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഇസ്രായേലും ചരിത്രത്തിലെ ഏറ്റവും ക്രൂരരായ വ്യക്തികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണിപ്പോൾ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. നമുക്കറിയാം, അത് ഇറാനിലെ ജനങ്ങൾക്ക് മാത്രമല്ല, രക്തദാഹികളായ ഗുണ്ടാ സംഘവും കൊലപ്പെടുത്തുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്തു. എല്ലാ മഹത്തായ അമേരിക്കൻ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾക്കും ലഭിച്ച നീതിയാണിത് എന്ന് പറഞ്ഞു വെക്കുന്നു. ഞങ്ങളുടെ ഇൻ്റലിജൻസിനെയും അത്യാധുനിക ട്രാക്കിംഗ് സംവിധാനത്തെയും മറികടക്കാൻ ഖമനേയിക്ക് കഴിഞ്ഞില്ല. ഇസ്രയേലുമായി ചേർന്ന് പ്രവർത്തിച്ചതിനാൽ ഖമനേയിക്കും ഒപ്പമുള്ളവർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ജനങ്ങൾക്ക് അവരുടെ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. അതായത് അവരുടെ റെവല്യൂഷണറി ഗാർഡ്, സൈന്യം, മറ്റ് സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാവശ്യപ്പെടുകയാണ് ട്രംപ്. അത് ഈ അവസരം വളരെ കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മറ്റു പല രാജ്യങ്ങളിലും ട്രംപ് നടപ്പിലാക്കിയ സ്ട്രാറ്റജിയാണത്. അതെ, തീർച്ചയായിട്ടും അവിടെ ഒരു ആർമിയുടെയും അതുപോലെ തന്നെ ഒരു മറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയും ഒരു ആത്മവിശ്വാസം കെടുത്തി രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രം തന്നെയാണിത്. ഇറാൻ അവകാശപ്പെടുന്നതും ഇത് തന്നെയാണ്. US നടത്തുന്നത് മൈൻഡ് ഗെയിമാണ്. ഇപ്പോൾ ഇതിലൂടെ ഒരു മാനസികമായ ഒരു യുദ്ധം, മൈൻഡ് ഗെയിമാണ് US നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ഖമനയുടെ പല ഭാഷകളിലുള്ള അക്കൗണ്ടുകളുണ്ട്. ഇതിൽ പേർഷ്യൻ ഭാഷയിൽ ഒരു ഖമനയുടെ ഭാഗമായ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഖമനൈ ജീവനോടെയുണ്ട്, ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പേർഷ്യൻ ഭാഷയിൽ ഒരു എക്സ് പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഖമനയുടെ എക്സ് അക്കൗണ്ടുകളൊന്നും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമല്ല, അതിന് മറ്റ് ഒഫീഷ്യൽസിനെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഖമനൈ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ
വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി ഇറാന്റെ ഭാഗത്ത് നിന്ന് തന്നെ സ്ഥിരീകരിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഖമനയുടെ മകളും കൊച്ചുമകനും കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരമാണ്. ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ തന്നെ ഇക്കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്. അവർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ് ഖമനയുടെ മകളും കൊച്ചുമകനും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. പക്ഷേ ഈ ഖമനയി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അവർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലും US-ഉം ഇത് ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഖമനയുടെ ഒരു കൊട്ടാര വസതി, അദ്ദേഹത്തിന്റെ ഒരു സെക്യൂർഡ് കോമ്പൗണ്ട് പൂർണ്ണമായി ഈ ആക്രമണങ്ങളിൽ തകർന്നിരുന്നു. അതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. പലതരത്തിലുള്ള ഇതിന്റെ കൂടുതൽ ക്ലിയർ പിക്ചേഴ്സ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും ഇറാൻ ഇത്രയൊക്കെ തിരിച്ചടികൾ കിട്ടിയിട്ടും യാതൊരു തരത്തിലും കീഴടങ്ങില്ല, ആക്രമണവുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇറാൻ എടുത്തിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ. UAE മാത്രം ഇന്റർസെപ്റ്റ് ചെയ്തത് 170ഓളം മിസൈലുകളാണ്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു മിസൈൽ വർഷം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതുതായി ആക്രമിക്കപ്പെട്ടത് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അവിടെയുള്ള കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് ഡിപ്പാർട്ട്മെന്റിനും ശക്തമായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇതിന് അതായത് ഇറാൻ സ്ഥിരീകരിക്കുന്നത് അയത്തുള്ള ഖമേനിയുടെ മകൾ, മരുമകൻ, ചെറുമകൻ എന്നിവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോഴും അയത്തുള്ള ഖമേനിയുടേതായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്ന പശ്ചാത്തലം. ഈ കൊല്ലപ്പെട്ടുവെന്ന് ട്രംപ് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് വെറും മനഃശാസ്ത്രപരമായ യുദ്ധമാണ് എന്നാണ് അമേരിക്കയുടെ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനിയൻ അധികൃതരുടെ പ്രതികരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഇറാൻ്റെ പരമോന്നത നേതാവ്, പ്രസിഡന്റ്, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി, പാർലമെന്റ് സ്പീക്കർ എന്നിവർ സുരക്ഷിതരാണ് എന്ന ഇറാന്റെ തുടർച്ചയായ പ്രസ്താവനകൾ വരികയാണ്. പക്ഷേ അമേരിക്കയുടെ പ്രസ്താവനകൾ വരുമ്പോൾ ഇറാൻ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പക്ഷേ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖമേനിയെ അല്ലെങ്കിൽ ഖമേനിയുടെ മറ്റെന്തെങ്കിലും ശബ്ദ സന്ദേശമോ മറ്റൊന്നും നമുക്ക് ലഭ്യമാകുന്നില്ല താനും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇറാനിൽ കടുത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു പ്രതിഷേധങ്ങളെല്ലാം ഉടലെടുത്തതിന് ശേഷം ഇതുവരെ ഈ ഒരു ഖമനയി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയോ ഇതിനെ സംബന്ധിച്ച് മറ്റ് വിശദീകരണങ്ങൾ നൽകുകയോ ചെയ്തിരുന്നില്ല. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാന്റെ ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഖമനയി ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും, ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടും എന്നെല്ലാമാണ് ഇറാന്റെ ഒരു ഔദ്യോഗിക ചാനൽ പുറത്തുവിട്ടിരുന്ന വിവരം. എന്നാൽ ആ ഒരു വിവരം പുറത്തു വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഖമനയി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. ഇത് തന്നെയാണ് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചപ്പോൾ പശ്ചിമേഷ്യയിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈൻ വിമാനത്താവളത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബുദാബി വിമാനത്താവളത്തിൽ ഇപ്പോൾ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായതായിട്ട് വിവരമുണ്ട്. അവിടെ ഒരാൾ കൊല്ലപ്പെട്ടതായിട്ടും വിവരമുണ്ട്. ഒരു ഏഷ്യൻ പൗരനാണ് കൊല്ലപ്പെട്ടത്. ഇയാളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തു വരാനുണ്ട്. അതുപോലെ തന്നെ അവിടെ ചില കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടും ഇപ്പോൾ നിലവിൽ വിവരങ്ങളുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇപ്പോഴും ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ UN-ന്റെ ഒരു സെക്യൂരിറ്റി കൗൺസിൽ കഴിഞ്ഞ ദിവസം രാത്രി ചേർന്നിരുന്നു. ഇത് ഫ്രാൻസിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇത്തരമൊരു മീറ്റിംഗ് ചേർന്നത്. ഇതിൽ ഈ UN-ന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് അദ്ദേഹം ഈ പശ്ചിമേഷ്യയിലുള്ള സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു UN നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇതൊരു കണ്ണും പൂട്ടിയുള്ള ഒരു ആക്രമണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിമർശനങ്ങൾ ശക്തമാണ്. ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് US-ഉം ഇസ്രായേലും തങ്ങളുടെ ഒരു പരമാധികാരത്തിന്മേൽ കൈകടത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയായിരുന്നു. തങ്ങൾ ഇത് പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇറാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇത് UN അടക്കം ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും പറയുന്നുണ്ട്. അതുപോലെ ഇറാൻ മറ്റ് പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയതിനെ ഇറാൻ ന്യായീകരിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഇറാൻ പറയുന്നത് തങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ്
ഈ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ പറയുന്നു. എന്നാൽ ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ മാത്രമല്ല, പല ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പല കെട്ടിടങ്ങളും അതുപോലെ തന്നെ പല നിർണായകമായിട്ടുള്ള നഗരങ്ങളും അതുപോലെ എയർപോർട്ടുകൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിലൊരു മൊത്തത്തിലൊരു വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആക്രമണം നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ആക്രമണത്തിൽ ഒരു കെട്ടിടത്തിന് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. ഇവിടെയും ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായിട്ട് വിവരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത രീതിയിൽ ഒരു ജനങ്ങൾക്ക് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് നിലവിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അതിനിടയിൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ചില റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ടെഹ്റാനിൽ വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേൽ പുതിയ ഒരു ഇപ്പോൾ 4th അതുപോലെ തന്നെ 5th വേവ് ഓഫ് അറ്റാക്കുകൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.